നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കുക. ഒരു ദിവസമോ ഒരു വർഷമോ അല്ല, നീണ്ട 400 വർഷക്കാലം ദൈവത്തിന്റെ ശബ്ദം കേൾക്കാത്ത ഒരു ലോകം. പ്രാർത്ഥനകൾക്ക് മറുപടിയില്ലാതെ, യാതൊരു പ്രവചനങ്ങളുമില്ലാതെ, അന്ധകാരത്തിൽ ഉത്തരങ്ങൾക്കായി ദാഹിച്ചലയുന്ന ഒരു ജനത. ആ ഭയാനകമായ വലിയ നിശബ്ദതയിലേക്ക് ലോകം കടക്കുന്നതിന് തൊട്ടുമുൻപ് മുഴങ്ങിക്കേട്ട അവസാനത്തെ ദൈവിക ശബ്ദമായിരുന്നു മലാഖി എന്ന പ്രവാചകന്റേത്. കാലത്തിന്റെ ഈടുകളിൽ മറഞ്ഞുകിടക്കുന്ന, എന്നാൽ ഇന്നും മനുഷ്യഹൃദയങ്ങളോട് ആഴത്തിൽ സംസാരിക്കുന്ന ഒരു പുരാതന ചരിത്രം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. പഴയ നിയമത്തിലെ അവസാനത്തെ പ്രവാചകനായ മലാഖിയുടെ കഥയാണിത്. വഴിതെറ്റിപ്പോയ ഒരു ജനതയ്ക്ക് പ്രത്യാശ നൽകിക്കൊണ്ട് പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയിലുള്ള വലിയൊരു പാലമായി അദ്ദേഹത്തിന്റെ വാക്കുകൾ നിലകൊള്ളുന്നു. പുരാതന എബ്രായ ഭാഷയിൽ മലാഖി എന്ന പേരിന്റെ അർത്ഥം എന്റെ ദൂതൻ എന്നാണ്. ക്രിസ്തുവിനു മുൻപ് ഏകദേശം 430 കാലഘട്ടമായിരുന്നു അത്. ബാബിലോണിലെ കൊടിയ പ്രവാസത്തിനു ശേഷം സ്വന്തം മണ്ണിലേക്ക് മടങ്ങിയെത്തിയ ഇസ്രായേൽ ജനത അതിയായ ആവേശത്തോടെ യെരുശലേം ദേവാലയം പുനർനിർമ്മിച്ചു. എന്നാൽ കാലക്രമേണ അവരുടെ ആവേശം കെട്ടടങ്ങി. ദൈവം തങ്ങളെ മറന്നുപോയോ എന്നൊരു സംശയം അവരുടെ ഉള്ളിൽ വളർന്നു. അതോടെ അവർ കടുത്ത ധാർമ്മിക തകർച്ചയിലേക്കും ആത്മീയ അന്ധകാരത്തിലേക്കും വഴുതി വീണു. അവരുടെ വിശ്വാസം വെറുമൊരു ആചാരം മാത്രമായി മാറി. ഒരു സുപ്രഭാതത്തിലുണ്ടായ തകർച്ചയായിരുന്നില്ല ഇത്, മറിച്ച് കാലക്രമേണ സംഭവിച്ച വലിയൊരു വീഴ്ചയായിരുന്നു. ദേവാലയത്തിലെ പുരോഹിതന്മാരുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. ജനങ്ങളെ നേർവഴിക്ക് നയിക്കേണ്ട അവർ തന്നെ അഴിമതിക്കാരായി മാറി. ദൈവത്തിനർപ്പിക്കാൻ അവർ കൊണ്ടുവന്നിരുന്നത് കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട, അന്ധതയുള്ളതും കാലൊടിഞ്ഞതും രോഗം ബാധിച്ചതുമായ മൃഗങ്ങളെയായിരുന്നു. ദൈവത്തിന് എന്ത് നൽകിയാലും കുഴപ്പമില്ല, പഴയതൊക്കെ മതി എന്നൊരു ചിന്തയായിരുന്നു അവർക്ക്. ഏറ്റവും നല്ലത് ദൈവത്തിന് നൽകുന്നതിനു പകരം തങ്ങൾക്ക് വേണ്ടാത്തതു മാത്രം അവർ യാഗപീഠത്തിൽ അർപ്പിച്ചു. ഇതുകണ്ട് പ്രവാചകനായ മലാഖി അവരോട് കടുത്ത ഭാഷയിൽ ചോദിച്ചു, ഇത്തരം കാഴ്ചകൾ നിങ്ങൾ നിങ്ങളുടെ നാടുവാഴിക്ക് നൽകിയാൽ അവൻ പ്രസാദിക്കുമോ? പിന്നെങ്ങനെയാണ് സർവശക്തനായ ദൈവം ഇത് സ്വീകരിക്കുക? കേവലം ബലികളുടെ ഗുണനിലവാരമല്ല, മറിച്ച് ഹൃദയശുദ്ധിയില്ലാത്ത ഇത്തരം പ്രാർത്ഥനകൾ ദൈവം വെറുക്കുന്നുവെന്ന് അദ്ദേഹം അവരെ ഓർമ്മിപ്പിച്ചു. നമ്മളും പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയവും സമ്പത്തും നമുക്കായി മാറ്റിവെച്ചിട്ട് ബാക്കി വരുന്ന സമയം മാത്രം ദൈവത്തിന് നൽകുന്നവരല്ലേ എന്ന് ഈ കഥ നമ്മോട് ചോദിക്കുന്നു. ആരാധനാലയത്തിൽ മാത്രമല്ല, അവരുടെ കുടുംബജീവിതത്തിലും വലിയ തകർച്ചകൾ സംഭവിച്ചു. വിവാഹമെന്ന പവിത്രമായ ബന്ധത്തിന് അവർ യാതൊരു വിലയും കൽപ്പിച്ചില്ല. പല പുരുഷന്മാരും തങ്ങളുടെ യൗവനത്തിലെ ഭാര്യമാരെ ഉപേക്ഷിക്കുകയും അന്യദേശക്കാരായ യുവതികളെ വിവാഹം കഴിക്കുകയും ചെയ്തു. കണ്ണീരോടെ വിലപിക്കുന്ന ആ സ്ത്രീകളുടെ സങ്കടം ദൈവം കണ്ടു. ഞാൻ വിവാഹമോചനം വെറുക്കുന്നുവെന്ന് ദൈവം മലാഖിയിലൂടെ അവരോട് വിളിച്ചു പറഞ്ഞു. ദൈവം മനുഷ്യരിൽ നിന്നാഗ്രഹിക്കുന്നത് വിശ്വസ്തതയാണ്. സ്വന്തം ജീവിത പങ്കാളിയോടുപോലും വിശ്വസ്തത കാണിക്കാൻ കഴിയാത്തവർക്ക് എങ്ങനെയാണ് ദൈവത്തോട് വിശ്വസ്തത കാണിക്കാൻ കഴിയുക എന്ന് അദ്ദേഹം ചോദിച്ചു. ബന്ധങ്ങൾക്ക് യാതൊരു വിലയും നൽകാത്ത ഇന്നത്തെ തലമുറയ്ക്കും ഇതൊരു വലിയ പാഠമാണ്. സമൂഹത്തിലെ പാവപ്പെട്ടവരോടുള്ള അവരുടെ സമീപനവും വളരെ ക്രൂരമായിരുന്നു. വിധവകളെയും അനാഥരെയും വിദേശികളെയും അവർ ചൂഷണം ചെയ്തു. അവർക്ക് അർഹതപ്പെട്ട നീതി നിഷേധിച്ചു. യഥാർത്ഥ വിശ്വാസമെന്നത് നമ്മൾ എങ്ങനെ മറ്റുള്ളവരോട്, പ്രത്യേകിച്ച് പാവപ്പെട്ടവരോട് പെരുമാറുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് പ്രവാചകൻ അവരെ പഠിപ്പിച്ചു. സാമ്പത്തിക കാര്യങ്ങളിലും അവർ ദൈവത്തെ വഞ്ചിച്ചുകൊണ്ടിരുന്നു. ദേവാലയത്തിലേക്കും പുരോഹിതന്മാരുടെ ആവശ്യങ്ങൾക്കുമായി നൽകേണ്ട ദശാംശം അവർ നൽകിയില്ല. നിങ്ങളെന്നെ കവർച്ച ചെയ്യുന്നുവെന്ന് ദൈവം അവരോട് ചോദിച്ചപ്പോൾ, ഞങ്ങളെങ്ങനെയാണ് അങ്ങയെ കവർച്ച ചെയ്തത് എന്ന് തിരിച്ചു ചോദിക്കാൻ മാത്രം അവരുടെ ഹൃദയം കഠിനമായി മാറിയിരുന്നു. തങ്ങൾക്ക് ലഭിച്ച സകല സമ്പത്തും ദൈവത്തിന്റെ ദാനമാണെന്ന സത്യം അവർ പാടെ മറന്നുകളഞ്ഞു. നിങ്ങളുടെ സമ്പത്തിന്റെ 10 കൃത്യമായി ദേവാലയത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് ഞാൻ നിങ്ങൾക്ക് സമൃദ്ധമായി അനുഗ്രഹം വർഷിച്ചുതരും എന്ന് ദൈവം വാഗ്ദാനം ചെയ്തു. ഇത് വെറും ഭൗതികമായ സമ്പത്തു മാത്രമല്ല,
പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ലഭിക്കുന്ന വലിയ ആത്മീയ അനുഗ്രഹങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഈ പ്രശ്നങ്ങളുടെയെല്ലാം അടിസ്ഥാനം അവർക്ക് ദൈവത്തോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടതായിരുന്നു. ദൈവം അവരോട് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അങ്ങ് ഞങ്ങളെ എങ്ങനെയാണ് സ്നേഹിച്ചത് എന്ന് ചോദിക്കാനുള്ള ധാർഷ്ട്യം അവർ കാണിച്ചു. തങ്ങളുടെ മുൻകാല ചരിത്രവും ദൈവം തങ്ങളെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചതുമെല്ലാം അവർ മറന്നുപോയി. ശരിയായ ദൈവസ്നേഹം തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ അന്ധമായിത്തീർന്നു. എന്നാൽ ദൈവം അവരെ ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് മലാഖി എന്ന തന്റെ ദൂതനെ വലിയൊരു തിരുത്തലുമായി അവരുടെ അടുത്തേക്ക് അയച്ചത്. എന്റെ അടുത്തേക്ക് മടങ്ങിവരിക, അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്കും മടങ്ങിവരും എന്ന വലിയൊരു സ്നേഹത്തിന്റെ ക്ഷണം ദൈവം നൽകി. തെറ്റുകൾ തിരുത്തി മടങ്ങിവരുന്നവരെ സ്വീകരിക്കാൻ ദൈവം എപ്പോഴും തയ്യാറാണ് എന്ന് ഈ വാക്കുകൾ നമ്മെ പഠിപ്പിക്കുന്നു. മലാഖിയുടെ സന്ദേശം വെറും കുറ്റപ്പെടുത്തലുകൾ മാത്രമായിരുന്നില്ല. വരാനിരിക്കുന്ന വലിയൊരു പ്രത്യാശയുടെ പ്രകാശം കൂടെ അതിലുണ്ടായിരുന്നു. പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയിലുള്ള ഒരു സുപ്രധാന കണ്ണിയായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ചും അദ്ദേഹത്തിന് വഴിയൊരുക്കുവാനായി വരുന്ന ദൂതനെക്കുറിച്ചും മലാഖി വളരെ വ്യക്തമായി പ്രവചിച്ചു. ഇതാ, എനിക്ക് മുൻപായി വഴിയൊരുക്കുവാൻ ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. വർഷങ്ങൾക്ക് ശേഷം യോഹന്നാൻ സ്നാപകനിലൂടെയാണ് ഈ പ്രവചനം നിറവേറിയത്. യേശുക്രിസ്തുവിന്റെ വരവിനു മുന്നോടിയായി ജനങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കാൻ യോഹന്നാൻ സ്നാപകൻ ഏലിയാവിന്റെ ചൈതന്യത്തോടെ കടന്നുവന്നു എന്ന് പുതിയ നിയമം വ്യക്തമാക്കുന്നു. ദുഷ്ടന്മാർക്ക് ശിക്ഷാവിധിയും നീതിമാന്മാർക്ക് രക്ഷയും ലഭിക്കുന്ന വലിയൊരു ദിവസത്തെക്കുറിച്ച് മലാഖി മുന്നറിയിപ്പ് നൽകി. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്ക് നീതി എന്ന സൂര്യൻ ഉദിച്ചുയരും, അതിന്റെ ചിറകുകളിൽ രോഗശാന്തി ഉണ്ടായിരിക്കും എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ പ്രസിദ്ധമാണ്. ഈ നീതിസൂര്യൻ എന്നത് ലോകത്തിന്റെ പാപങ്ങളെ നീക്കി സൗഖ്യം നൽകാൻ വരുന്ന സാക്ഷാൽ യേശുക്രിസ്തുവിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇരുളടഞ്ഞ ഒരു ലോകത്തിനു മുഴുവൻ വെളിച്ചവും ശാന്തിയും നൽകാൻ വരുന്ന ആ രക്ഷകനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ ജനങ്ങൾക്ക് വലിയൊരാശ്വാസമായിരുന്നു. ഞാൻ മാറാത്തവനാണ് എന്ന് ദൈവം മലാഖിയിലൂടെ തന്റെ ജനത്തിന് ഉറപ്പു നൽകി. ലോകവും മനുഷ്യരും ചുറ്റുപാടുകളും മാറിയേക്കാം, എന്നാൽ മനുഷ്യരോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിനും കരുണയ്ക്കും യാതൊരു മാറ്റവും സംഭവിക്കില്ല. 400 വർഷത്തെ ആ വലിയ നിശബ്ദതയ്ക്ക് മുൻപ് ദൈവം തന്റെ ജനത്തിന് നൽകിയ ഏറ്റവും വലിയ വാഗ്ദാനവും ആശ്വാസവും ഇതായിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മലാഖി പറഞ്ഞ ഈ കാര്യങ്ങൾ കേവലം ഒരു ചരിത്രകഥ മാത്രമല്ല. ഇന്നത്തെ കാലഘട്ടത്തിലും നമ്മുടെ ജീവിതത്തിൽ ഇതിന് വലിയ പ്രസക്തിയുണ്ട്. ഇന്നത്തെ സമൂഹത്തിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കൂ. അഴിമതി നിറഞ്ഞ വ്യവസ്ഥിതികൾ, കാപട്യം നിറഞ്ഞ ആത്മീയ നേതാക്കൾ, തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾ, പാവപ്പെട്ടവരോടുള്ള അനീതി, ഇവയെല്ലാം ഇന്നും നമുക്ക് ചുറ്റും കാണാൻ കഴിയും. നമ്മൾ ദൈവത്തിന് നൽകുന്നത് നമ്മുടെ ഏറ്റവും മികച്ചതാണോ അതോ ആവശ്യമില്ലാത്ത ബാക്കികളാണോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ ആരാധനകൾ വെറും അധരവ്യായാമങ്ങൾ മാത്രമാണോ അതോ ഹൃദയത്തിൽ നിന്നുള്ളതാണോ? നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ദൂതന്മാരായി മാറേണ്ടവരാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന അനീതികൾക്കെതിരെ ശബ്ദമുയർത്താനും ശരിയായ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം മറ്റുള്ളവരിലെത്തിക്കാനും നമുക്ക് സാധിക്കണം. കുടുംബജീവിതത്തിലെ പവിത്രത കാത്തുസൂക്ഷിക്കാനും മറ്റുള്ളവരോട് കരുണയോടെ പെരുമാറാനും മലാഖിയുടെ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ ദൈവത്തെ മറന്നുപോകുന്ന ഓരോ മനുഷ്യനോടുമുള്ള ദൈവത്തിന്റെ സ്നേഹമസൃണമായ വിളിയാണിത്. പഴയ നിയമത്തിന്റെ താളുകൾ മലാഖിയുടെ ഈ പ്രവചനങ്ങളോടെ അവസാനിക്കുമ്പോൾ പുതിയ നിയമത്തിന്റെ വാതിൽ അവിടെ തുറക്കപ്പെടുകയാണ്. 400 വർഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം മലാഖി പ്രവചിച്ച അതേ ദൂതൻ യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ ശബ്ദമുയർത്തിക്കൊണ്ട് കടന്നുവന്നു. അതിനുശേഷം ലോകത്തിന്റെ പ്രകാശമായ യേശുക്രിസ്തുവും അവതരിച്ചു. അതിനാൽ ഈ ചരിത്രം നമ്മോട് പറയുന്നത് പ്രത്യാശയുടെയും വീണ്ടെടുപ്പിന്റെയും വലിയൊരു കഥയാണ്. എത്ര വലിയ അന്ധകാരത്തിലാണെങ്കിലും എത്ര വലിയ തകർച്ചയിലാണെങ്കിലും പൂർണ്ണ ഹൃദയത്തോടെ മടങ്ങിവരുന്നവരെ ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ ദൈവം കാത്തിരിക്കുന്നു എന്ന സത്യം നമുക്ക് മറക്കാതിരിക്കാം. മലാഖി എന്ന ആ അവസാന പ്രവാചകന്റെ വാക്കുകൾ കാലങ്ങളെ അതിജീവിച്ച് ഇന്നും നമ്മുടെ കാതുകളിൽ മുഴങ്ങട്ടെ. അത് നമ്മുടെ ഹൃദയങ്ങളെയും ജീവിതങ്ങളെയും മാറ്റാനിടയാകട്ടെ. ഈ പ്രത്യാശയുടെ സന്ദേശം നമ്മുടെ ഉള്ളിൽ വെളിച്ചം നിറയ്ക്കട്ടെ. നന്ദി.